തിരുവല്ല സ്പായിലെ ബലാത്സംഗത്തിന് തൊട്ടു പിന്നാലെ സംസ്ഥാനത്തെ സ്പാ സെന്ററുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം. പലയിടത്തും സ്പാ ലൈസൻസ് ദുരുപയോഗം ചെയ്യപ്പെടുന്നതായി ഇന്റലിജൻസിന്റെ റിപ്പോർട്ടുമുണ്ട്. ഇവിടങ്ങളിൽ ഡോക്ടർമാരോ അംഗീകൃത മസാജർമാരോ ഇല്ല എന്നും കണ്ടെത്തൽ. അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം സ്റ്റാച്യു ജംഗ്ഷനിലുള്ള സ്പർശൻ വെൽനസ് സ്പാ അടച്ചുപൂട്ടി. തിരുവല്ലയിലെ സ്പായിലുണ്ടായ ഗുണ്ടാതിക്രമത്തിന് ശേഷമാണ് സംസ്ഥാനത്തെ സ്പാകളുമായി ബന്ധപ്പെട്ട് അവയുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച കാര്യത്തിലൊക്കെ ചർച്ചകൾ നടക്കുന്നത്. പല സ്പാകളും പ്രവർത്തിക്കുന്നത് അനധികൃതമായാണ് എന്നുള്ളതാണ് പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ റിപ്പോർട്ട് നേരത്തെ തന്നെ സമർപ്പിക്കപ്പെട്ടതാണ്. പക്ഷേ കൃത്യമായൊരു പരിശോധനകളൊന്നും ഈ സ്പാകളിൽ നടന്നിരുന്നില്ല. അവിടെ ജോലി ചെയ്യുന്ന ഡോക്ടർമാർ, അതോടൊപ്പം തന്നെ മസാജ് ചെയ്യുന്ന ആളുകൾ അടക്കമുള്ളവരുടെ യോഗ്യത സംബന്ധിച്ച കാര്യത്തിലൊക്കെ ചില സംശയങ്ങൾ ഈ റിപ്പോർട്ടിൽ പങ്കുവയ്ക്കുന്നു. അതോടൊപ്പം തന്നെ യോഗ്യതയില്ലാത്ത പല ആളുകളും അവിടെ ജോലി ചെയ്യുന്നു, കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ലൈസൻസ് വാങ്ങിയെടുക്കുന്നു തുടങ്ങിയ കാര്യങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ശക്തമായ പരിശോധന തന്നെയാണ് ആവശ്യപ്പെടുന്നത്. ഈ തദ്ദേശ സ്ഥാപനങ്ങൾ ലൈസൻസ് നൽകുമ്പോൾ തന്നെ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി പരിശോധിച്ച് ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിവരങ്ങൾ ഉണ്ടെങ്കിലും സ്പായിലേക്ക് കടന്നു കയറി ഒരു പരിശോധനയൊക്കെ നടത്തുന്നതിൽ ചില സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ട്. പ്രത്യേകിച്ചും അതൊരു സദാചാര ഗുണ്ടായുസമായി വ്യാഖ്യാനിക്കപ്പെടുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിനാൽ തന്നെയാണ് പോലീസ് ആ വിഷയത്തിൽ മയപ്പെട്ട നിലപാട് സ്വീകരിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ കൂടി പിന്തുണയുണ്ടെങ്കിൽ എല്ലായിടങ്ങളിലും പരിശോധന നടത്താൻ പോലീസ് തയ്യാറെടുക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കം ഈ വിഷയത്തിൽ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. നിലവിൽ തലസ്ഥാന നഗരത്തിൽ പ്രവർത്തിക്കുന്ന സ്പാകളുടെ വിശദാംശങ്ങൾ മേയർ തേടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ശക്തമായ നടപടി അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്പാകളുണ്ടെങ്കിൽ അവർക്കെതിരെ ഉണ്ടാകും എന്നുള്ളതാണ് മേയർ വ്യക്തമാക്കുന്നത്. ലൈസൻസിൻ്റെ മറവിൽ അനാശാസ്യ പ്രവർത്തനങ്ങളും അനധികൃത പ്രവർത്തനങ്ങളും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും നടത്തുവാനെന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ള ഒരു ഉടമസ്ഥരും വിചാരിക്കേണ്ട ശക്തമായ നടപടികൾ സ്വീകരിക്കും. സംസ്ഥാനത്തുടനീളം കൂണുകൾ പോലെ സ്പാകൾ മുളച്ചു പൊന്തുന്നതിന് പിന്നിലെ കാരണം അന്വേഷിച്ചുള്ള പോക്കിലാണ് പോലീസിന് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ലഭ്യമായിട്ടുള്ളത്. എന്തായാലും പല സ്പാകൾക്ക് പിന്നിലും ദുരൂഹമായ ഇടപാടുകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അമൽത്തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.